അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ മഹനീയ ചടങ്ങാണ്. ഇന്നത്തെ ഈ ഒരു ദിനം മഹനീയമാക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറയാൻ പറ്റുന്ന കേരളത്തിൽ തന്നെ ആദ്യത്തെ ഡോക്ടറായിട്ടുള്ള ട്രാൻസ്ജെൻഡർ വുമൺ ഡോക്ടർ പ്രിയ മാഡത്തിനെ ആണ് നമുക്ക് ഇന്നിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലർ പൂർണിമ മാഡത്തിനെയാണ് നമുക്ക് അധ്യക്ഷ സ്ഥാനത്തിനായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ റാം സാറിനെയാണ് നമുക്കൊരു മോട്ടിവേഷൻ സ്പീച്ചിനായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ സുദിനം തികച്ചും അഭിനന്ദനം അർഹിക്കുന്നതാണ്, തികച്ചും ഓർക്കാൻ കഴിയുന്നതാണ്. മണപ്പുറം യോഗ സെന്ററിനെ വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുവാൻ കഴിയുന്ന ഒരു അസുലഭ നിമിഷം സമ്മാനിച്ചതാണ്. മാത്രമല്ല നമ്മുടെ ഇവിടെ അതർ ആക്ടിവിറ്റീസ് ആയിട്ട് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, അതുപോലെ വെസ്റ്റേൺ ഡാൻസ്, മ്യൂസിക്, സുംബ, എയറോബിക്സ് തുടങ്ങിയ എല്ലാ അതർ ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം മാസ്റ്റേഴ്സ് അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് ഉള്ള പ്രോഗ്രാം കൂടി ഇവിടെ ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ഏറ്റവും ഓർക്കാൻ പറ്റുന്ന മണപ്പുറം യോഗ സെന്ററിലെ ആദ്യത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ തികച്ചും സന്തോഷമുള്ളതാണെന്ന് ആദ്യമേ അറിയിക്കാൻ കർത്തവ്യത്തിലേക്ക് കടക്കണം. ഈ മഹനീയ ചടങ്ങിന്റെ ക്ലോസിംഗ് സെറിമണി അതിലെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയേണ്ടത് ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നിട്ടുള്ള ഡോക്ടർ പ്രിയ മാഡത്തിനെ തന്നെയാണ്. VS പ്രിയ. അവർ ആയുർവേദ ഡോക്ടറാണ്, MD കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അപ്പൊ ആദ്യം അവര് വുമൺ ആകുന്നതിന് മുൻപ് ആണ് ഈ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തത്. ഏറ്റവും ഇന്നത്തെ ദിവസം അനുയോജ്യമായിട്ടുള്ള ഒരു അതിഥി തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ വളരെ സ്നേഹപൂർവ്വം ആദരവോടു കൂടി ഈ മഹനീയ ചടങ്ങിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഇവിടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ കൗൺസിലറായിട്ടുള്ള പൂർണിമ സുരേഷ് അവരുകളാണ്. അവരും നമ്മളോട് ഇന്ന് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞെങ്കിലും നേരത്തെ തന്നെ വന്ന് ഇത്രയും ക്ഷമയോടുകൂടി ഇവിടെ എല്ലാ പരിപാടികളും ആസ്വദിച്ച് നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന മാഡത്തിനോട് വളരെ സ്നേഹപൂർവ്വം മാഡത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇന്ന് നമുക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക്, അതിഥികൾക്ക് ഒരു മൊമെന്റോ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് നമ്മുടെ മണപ്പുറം ഫൗണ്ടേഷന്റെ ഓപ്ഷൻ ഹെഡാണ്. മണപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് തികച്ചൊരു പ്രാധാന്യമുള്ളതായിട്ട് തന്നെ നമുക്ക് എന്നും തോന്നിയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എല്ലാ കമ്പനിയുടെയും CFO, എല്ലാ CFOമാരുടെയും CFO, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന മണപ്പുറം ഫിനാൻസിന്റെ CFO ഒരു ലേഡിയാണ്, ബിന്ദു മാഡം. അതേപോലെ തന്നെ HR കൈകാര്യം ചെയ്യുന്നതും മണപ്പുറം ഫിനാൻസിന്റെ ഒരു ലേഡി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മണപ്പുറം ഫൗണ്ടേഷന്റെ ഹെഡായിട്ട്, ഓപ്പറേഷൻ ഹെഡായിട്ട്, ഞങ്ങളുടെ ഒക്കെ റിപ്പോർട്ടിംഗ് ഹെഡായിട്ടുള്ളതും ഒരു വനിത തന്നെയാണ്. തികച്ചും മണപ്പുറം ഈ വനിതകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ ഹെഡായിട്ടുള്ള രേഖ മാഡത്തിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതിച്ചു. ഇവിടെ നിന്ന് സ്ത്രീകളിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ തന്നെ അക്കാഡമി ഉണ്ട്, മാ ക്യാമ്പസ്, CMA, CS, അത്തരം അതുപോലെയുള്ള കോഴ്സുകൾ ചെയ്യുന്ന പോകുന്നത് തന്നെ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ റാം സുബ്രഹ്മണ്യമാണ്. അദ്ദേഹം CMA ആണ്. CS, CM അതുപോലെ അതൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. MSc സൈക്കോളജി തുടങ്ങിയ ഒരു 2 വാചകം മുഴുവൻ അദ്ദേഹം ഡിഗ്രികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെ എഡ്യൂക്കേഷനിൽ ഇത്രയും ടോപ്പായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് നമുക്ക് ഒരല്പസമയമെങ്കിലും കിട്ടിയിട്ടുള്ളത് തന്നെ വളരെ ഭാഗ്യമായിട്ട് പറയുന്നു. അങ്ങനെ കരുതുന്നു. അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇന്നിവിടെ മണപ്പുറം ഫൗണ്ടേഷനിലെ മാർക്കറ്റിംഗ് ഹെഡ് ഞങ്ങളുടെ ജെറോം സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, കാർത്തിക് സാറുണ്ട്, വിഷ്ണു ഉണ്ട്. കൂടാതെ മണപ്പുറം യോഗ സെന്ററിലെ എല്ലാ പേരെടുത്തിട്ട് പ്രത്യേകം പറയുന്നില്ല, എല്ലാ സ്റ്റാഫുകളും ഇവിടെ ഉണ്ട്. സെന്റർ ഇൻചാർജ് ആയിട്ടുള്ള വിഷ്ണു, സുഭാഷും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള പ്രിയ എല്ലാ ആത്മബന്ധുക്കളോടും പ്രിയ സുഹൃത്തുക്കളോടും എല്ലാവരെയും വളരെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷത വഹിക്കുന്നത്
നമ്മുടെ കൗൺസിലറായ ശ്രീമതി പൂർണിമ സുരേഷാണ്. അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മായോഗ മലപ്പുറം യോഗ സെന്ററിന്റെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്ന ഈയൊരു വേദിയിലെ സദസ്സിലെ ഉദ്ഘാടക ഡോക്ടർ VS പ്രിയ അവർ ഇവിടെ സ്വാഗതം ആശംസിച്ച മിസ്റ്റർ പ്രമോദ് കൃഷ്ണ, ഡയറക്ടർ മായോഗ അവർ, മിസ്സസ് രേഖ, ഇവിടുത്തെ അതിഥികളെ ആദരിക്കുന്ന അവർ, അതുപോലെ ഇവിടെ മോട്ടിവേഷണൽ സ്പീച്ച് നൽകുന്ന CMA രാമസുബ്രഹ്മണ്യം സർ അവർ, നന്ദി അറിയിക്കുന്ന ശ്രീ സുഭാഷ് അവർ, മറ്റു മായോഗയിലെ സ്റ്റാഫ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ കഴിഞ്ഞ ദിവസം ലീഷ്മയാണ് എന്നെ വിളിച്ചത് ഇവിടെ നിന്ന് അന്താരാഷ്ട്ര നമ്മുടെ വനിതാ ദിനം ആഘോഷിക്കുന്ന വിവരം അറിയിച്ചുകൊണ്ട്. അപ്പോൾ 2 മണിക്കാണ് പരിപാടി വന്നു. ഞാൻ ഇത്രയധികം ഇവിടെ പരിപാടികളൊന്നും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു 2 കൊല്ലക്കാലത്തെ ഈ ഒരു കോവിഡ് സാഹചര്യം കഴിഞ്ഞ ശേഷം വളരെയധികം പരിപാടികൾ വെച്ചിട്ടുള്ളൊരു വർഷമാണ് ഈ 2022. ശരിക്ക് എല്ലാവരും ആഘോഷിക്കുക തന്നെയാണ് ചെയ്യണേ. രാവിലെ തൊട്ടിട്ട് ഓരോ പരിപാടികളാണ്, എല്ലാം ഒരു മാരത്തൺ റിലേ പോലെയാണ്. ഒരു ½ an hour 1 hour ഗ്യാപ്പിലുള്ള പരിപാടികളാണ്. ഇതിപ്പോൾ 5ാമത്തെ 6ാമത്തെ പരിപാടിയാണ്. 3:30 വേറെ 2 പരിപാടികൾ. അപ്പം ഞാൻ 3 മണിക്ക് ഇന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 3 മണി പറഞ്ഞാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഡോക്ടറുടെ ഉദ്ഘാടനം കഴിയേണ്ട അധ്യക്ഷയാകുമ്പോൾ കൺക്ലൂഡ് ചെയ്യാണ്ട് പോകാനും പറ്റില്ല. അപ്പോൾ അതുപോലെ ഇന്ന് വളരെയധികം എല്ലാവരും വിപുലമായിട്ട് തന്നെ നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യം കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാൻ പോയി കഴിഞ്ഞാൽ സ്ത്രീ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും തന്നെ വളരെയധികം കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ഏറ്റവും ടോപ്പ് ലെവൽ തൊട്ടിട്ട് റൂട്ട് ലെവൽ വരെ, ബേസ് ലെവൽ വരെ വളരെയധികം. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ കണ്ടു, ഡിഫറെൻറ്റ് പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് കരാട്ടെ പഠിക്കുന്നു. അതുപോലെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളപ്പോൾ തന്നെ നമുക്കധികം അത്രയധികം എന്താ പറയുക, കുറേ സേഫർ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കരാട്ടെ അതൊക്കെ നമുക്കൊരു മീഡിയമാണ്. നമ്മൾ പലപ്പോഴും രാത്രി കാലങ്ങളിലൊക്കെ പലരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട്. അപ്പം അതിനൊക്കെ നമുക്കൊരു ഡിഫൻസ് മെക്കാനിസവും കൂടി നമ്മൾ സൈഡ് ബൈ സൈഡ് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ പല ആ ഒരു തരത്തിലേക്ക് ഈ സ്ത്രീകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. രാത്രി ഓവർ ടൈം വർക്ക് ചെയ്യാൻ പോലും സ്ത്രീകൾക്ക് ഒരു മടിയും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. അപ്പൊ ആ ഒരു ഇത് നമുക്ക് മെയിനായിട്ട് ആവാം, അല്ലെങ്കിൽ ഇൻലോസ് ആവാം, മക്കളാവാം, എല്ലാവരുടെയും ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, അവരുടെയും കൂടി ഒരു ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പുറത്തേക്കുള്ള ഒരു എക്സ്പോഷർ നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ചിലർക്ക് ഒറ്റയ്ക്കുള്ളൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങളോ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിപ്പെൻഡഡ് ആയിരിക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും കൂടി നമുക്ക് നേരിടേണ്ടി വരാൻ പല പ്രോബ്ലംസും ഇഷ്യൂസും. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ പഴയ കാലത്തൊക്കെ 18 വയസ്സായി കഴിഞ്ഞ കുട്ടികളൊക്കെ ഡിഗ്രി കഴിഞ്ഞു കല്യാണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ വേണ്ട, നിങ്ങളിത് കഴിഞ്ഞിട്ട് 2 വർഷം വർക്ക് ചെയ്യണം, കഴിഞ്ഞിട്ട് പിന്നെ MS ചെയ്യണം, ഇല്ലെങ്കിൽ കൂടുതൽ ഡിഗ്രീസ് എടുക്കണം. ആ ഒരു ലെവലിലാണ് കുട്ടികളടക്കം ചിന്തിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് മാറി കഴിഞ്ഞിട്ടുള്ളത് സിറ്റുവേഷൻ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വനിതകളുടെ ഇമ്പോർട്ടൻസ്, അതിന് കൂടുതൽ സപ്പോർട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തന്നെ കൂടുതൽ അവർക്ക് പദ്ധതികളായാലും കൂടുതൽ ഗ്രാൻഡ്സ് ആയാലും ഒക്കെ നൽകിക്കൊണ്ട് കുറേ വിമൻ എന്റർപ്രനേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് കുറേ വിമൻ എന്റർപ്രനേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ ഡെവലപ്മെന്റ്സ് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ കൂടാതെ സെൻട്രൽ ഗവൺമെന്റ് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു യോഗ സെന്റർ ആകുമ്പോൾ നമുക്ക് ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ, അതുപോലെ ആയുഷ് മിനിസ്ട്രിയുടെ നമുക്കിന്ന് ആക്ടായിട്ടുള്ളൊരു ഡോക്ടറെ തന്നെയാണ് നമുക്കിവിടെ ഉദ്ഘാടനത്തിന് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാൻ കൂടുതലായിട്ട് ഈ ആയുഷ് മിനിസ്ട്രിയുടെ
ഫീൽഡ് യോഗയ്ക്കും ആയുർവേദത്തിനുമുള്ള ഇമ്പോർട്ടൻസും കൂടിയിട്ട് ധാരാളമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക്. എന്തായാലും എല്ലാവർക്കും നമ്മുടെ കുറേയധികം ലേഡീസും എല്ലാവരും ഉണ്ട്, ജെൻസും എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപാട് കൂടുതൽ ഊർജത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും കൂട്ടിയിട്ടുള്ള എല്ലാവർക്കും വിമൻസ് ഡേയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഡോക്ടർ പ്രിയ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. परमाचार्यपदप्राप्तं परमात्मस्वरूपकम्. ഞാൻ ഡോക്ടർ BS പ്രിയ. ആദ്യം തന്നെ മലപ്പുറം യോഗ സെന്ററിൽ എൻ്റെ മാത്രമല്ല പോലീസിന് എല്ലാവർക്കും എൻ്റെ വനിതാദിന ആശംസകൾ. അപ്പം ഇന്ന് മാർച്ച് 8-ാം തീയതിയാണ്. ഈ ഒരാഴ്ച ഇതിൻ്റെതായിട്ടുള്ള കുറേ ആചരണങ്ങളുമുണ്ട്. ഇപ്പോൾ മാർച്ച് 1-ാം തീയതി ഡേ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. മാർച്ച് 4-ാം തീയതി ഡേ അഗെയിൻസ്റ്റ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അങ്ങനെ പല കമമറേഷൻസും ഉണ്ട്. അപ്പം ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലും എന്താ പറയുക, ഈ ഒരു വേർതിരിവുകൾ, വിവേചനങ്ങൾ നിലനിൽക്കുന്നുണ്ട് ജനസംഖ്യയുടെ പേരിലും. അതായത് ഇപ്പം സ്ത്രീകൾ തീർച്ചയായിട്ടും തുല്യരാണ് പുരുഷന്മാരുമായി, പുരുഷനും സ്ത്രീയും തുല്യരാണെന്ന് പറയുകയാണെങ്കിൽ പോലും റിയാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ ആ ഒരു വിവേചനം കൃത്യമായി നിലനിൽക്കുന്നുണ്ട് എല്ലാ ഫീൽഡുകളിലും. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും ഉള്ളൊരു ഒരു കാര്യം തന്നെയാണ്, ഒരു റിയാലിറ്റി തന്നെയാണ്. അപ്പം ലോകമെമ്പാടും വനിതാ ദിനമാണ്. അപ്പോൾ വനിതാ ദിനത്തിൽ ഒരു ട്രാൻസ്ജെൻഡറിന് എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ട്രാൻസ്ജെൻഡറിനാണ് കാര്യം എന്ന് പറയും. കാരണം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ ഒരു ഉദ്ഘാടനത്തിനാണെങ്കിൽ പോലും ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ, ഇപ്പം നേരത്തെ സാർ പറഞ്ഞതുപോലെ ട്രാൻസ്ജെൻഡർ എന്താണെന്നോ അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി എന്താണെന്നോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പലർക്കും അവർക്ക് പോലും എന്താ പറയുക ചെറിയൊരു അവബോധം ഇല്ലായ്മയുണ്ട്. ആദ്യം തെറ്റല്ല, നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജെൻഡറിനെ സംബന്ധിച്ചും സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചും സെക്സിനെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ തികച്ചും അജ്ഞരാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു ഉത്തരവാദിത്തമുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡിബേറ്റിൽ മാത്രമാണ്, അതായത് സെക്സ് എഡ്യൂക്കേഷൻ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ചർച്ചകളിൽ ഇപ്പോൾ അത് ഡിബേറ്റിൽ മാത്രം ഒതുങ്ങുന്നതേ ഉള്ളൂ. അത് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചു. ശരിക്കും അത് നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിന്റെ ആ ഒരു അവയർനെസിന്റെ കുറവ് മൂലം ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാൾ കൂടുതൽ LGBTQ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അവർ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ജീവിതങ്ങളെല്ലാം നരകതുല്യമാണ്. ഇപ്പൊ എന്നെ നോക്കുകയാണെങ്കിൽ ഞാനൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. എൻ്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്തൊരു ട്രാൻസ്ഫോമറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ പ്രിവിലേജസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രിവിലേജസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ഓൾമോസ്റ്റ് 99% ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ. ഇപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക ഒരു പക്ഷെ എന്താ പറയാ വളരെ നിരാലംബരായിട്ട് തിരുവോർത്ത് നിൽക്കുന്ന മുഖങ്ങളായിരിക്കാം. ഭിക്ഷാടനത്തിനോ സെക്സ് വർക്കിനോ അങ്ങനെ ഒരു പെൺവേഷനിലേക്ക് നടക്കുന്ന ഒരു പുരുഷന്റെ മുഖമായിരിക്കും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ എന്താ പറയാ അവയർനെസിന്റെ കുറവ് മൂലം നമ്മൾക്കല്ല, അതായത് നിങ്ങളെപ്പോലുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കല്ല, കോമൺ പീപ്പിളിനല്ല അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും.
ആ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും ജെൻഡറിനെ പറ്റിയും സെക്ഷുവാലിറ്റിയെ പറ്റിയും ഒരു കൃത്യമായ അവബോധം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളെക്കാൾ ആവശ്യം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ എവിടേക്കായാലും ഏത് നരകത്തിലേക്കായാലും എന്താ പറയാ ഒരു ടോക്ക് നടത്താൻ വിളിക്കുകയാണെങ്കിൽ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ പോകും. ഇത് നരകമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ വന്നത് ഏറ്റവും ഒരു സ്വർഗം പോലുള്ള സ്ഥലമാണിത്. അത്രയും നല്ല ഓർഗനൈസിംഗ് ആണ്. അപ്പൊ ഇനിയും തീർച്ചയായിട്ടും യോഗയോടൊക്കെ തികച്ചും ഇഷ്ടമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഇതുപോലെ തീർച്ചയായിട്ടും സഹകരിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു ജെൻഡറിനെ പറ്റി സംസാരിക്കണം ആദ്യമായി. കാരണം അതിനാണ് എന്താ പറയാ ഒരു അടിസ്ഥാനം കിട്ടുന്നത്. അത് മനസ്സിലായാൽ മാത്രമേ ഞങ്ങളെ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാൽ മാത്രമേ ജെൻഡർ ഈക്വാലിറ്റി എന്താണെന്ന് പറയാൻ നമുക്ക് പറ്റുകയുള്ളൂ. അത് ഞാൻ സ്ത്രീ പുരുഷ സമത്വം എന്ന ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ജെൻഡർ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സെക്സ് എന്ന് കേൾക്കുമ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. ജെൻഡറും സെക്സും ഒക്കെ ഒരു കുട്ടി ജനിച്ചാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് മാത്രമേ ചോദിക്കൂ അല്ലെ. അതിന്റെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജെൻഡറായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച് ചോദിക്കുന്നത്. പക്ഷെ ആ കുട്ടിക്ക് പറയാൻ ജെൻഡർ പറയുന്നത് അവനവനാണ്, മനസ്സിലാവും. സെക്സ് പറയുന്നതാണ് നമ്മുടെ പറയുന്നതാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് വേർതിരിവുകൾ നമുക്ക് കൃത്യമായി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ശരീരത്തിന്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ്, കുറച്ച് ഗുണങ്ങൾ, കുറച്ച് അവയവങ്ങൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ബയോളജിക്കൽ സെക്സിനെയാണ്. നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത് ഞാൻ സ്ത്രീയാണോ, ഞാൻ പുരുഷനാണോ, ഞാൻ ഇത് രണ്ടും അല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആണോ എന്ന സ്ഥാനം, ഇതെല്ലാം സർട്ടിഫൈ ചെയ്യേണ്ടത്, ഇതെല്ലാം പറയേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഓരോ ഇൻഡിവിജ്വലുമാണ് പറയുന്നത്, ഓരോ വ്യക്തിയുമാണ് പറയുന്നത്. കാരണം അത്രയും തികച്ചും വൈയക്തികമായിട്ടുള്ള ഒരു കാര്യമാണ് ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന ആ ഒരു കോൺഷ്യസ് ആണ്, ആ ഒരു അവബോധമാണ്, ഞാൻ ആരാണെന്ന് തോന്നുന്ന ഒരു അവബോധമാണ്. അപ്പം ഇത് രണ്ട് ദിശയിലായി പോകുന്ന ആൾക്കാരാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരേ ദിശയിൽ പോകുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് സിസ് ജെൻഡേഴ്സ്. അപ്പൊ മേ ബി സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരിൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ സിസ് ജെൻഡേഴ്സ് ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കാം എന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് അത്രയും വലിയ മൈനോറിറ്റി ഒന്നും അല്ല. ശരിക്കും അതൊരു ഡൈവേഴ്സിറ്റിയാണ്, നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഒരു ഡൈവേഴ്സിറ്റിയാണ്. അതൊരിക്കലും ഒരു രോഗാവസ്ഥയോ അങ്ങനെയൊന്നും അല്ല. ജീവിതത്തെ മനോഹരമാക്കാൻ നമ്മുടെ പ്രകൃതി തന്നെ പല വൈവിധ്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ ഒരു വിഷയത്തിൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, ഞാനൊരു ട്രാൻസ്സെക്ഷൽ വുമൺ ആണ്. അതായത് ഞാൻ എൻ്റെ ജനിക്കുമ്പോൾ ബൈ ബർത്ത് ഞാനൊരു ട്രാൻസ് വുമൺ ആയിരുന്നു. അതായത് എൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് വുമണും എൻ്റെ സെക്സ് എന്ന് പറയുന്നത് മെയിലുമാണ്. അത് നമുക്ക് ഈ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും കറക്റ്റ് ഒരു കാര്യമാണ്. അതായത് പക്ഷെ നമ്മുടെ ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആക്ടാണ്. ശരീരം എപ്പോഴും ആണിന്റെ ശരീരമായാലും പെണ്ണിന്റെ ശരീരമായാലും ഒക്കെ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെയിം ആണ്. മൂലകോശങ്ങളിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കതിനെ ഏത് രീതിയിൽ മോൾഡർ ചെയ്യാൻ പാകത്തിന് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം വളർന്നു വരും. അപ്പം ഇത് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മുടെ സാറ് തന്നെ എന്നോട് ചോദിച്ചു, അപ്പം ദൈവം തന്നത് വെച്ചിട്ട് ജീവിച്ചാൽ പോരായിരുന്നോ എന്നുള്ള രീതിയിലൊരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല. എല്ലാം നമുക്ക് ദൈവം തരുന്നതാണെന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഡോക്ടർമാർക്ക് പിന്നെ എന്താണ് പ്രസക്തി? ദൈവം തരുന്നതാണല്ലോ രോഗങ്ങൾ. അപ്പൊ അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ സമീപിക്കേണ്ടത്. കാരണം ഇതിനൊരു ഡൈവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ട്രാൻസ് വുമൺ ആയത് എന്റെ നിർഭാഗ്യമല്ല, എന്റെ ഭാഗ്യമാണെന്ന് ഞാൻ എവിടെയും പറയാറുള്ളൂ. കാരണം ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അത്രയും വലിയൊരു കാര്യമാണ്. ഒരു ജന്മം കൊണ്ട് തന്നെ ഒരു പുരുഷന്റെ കാഴ്ചപ്പാടുകളും ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഏറ്റവും വലിയൊരു അദ്വൈത വേദാന്തിക്ക് പോലും കിട്ടാത്തൊരു അനുഭവമാണ്. ജീവിതത്തിന്റെ എന്താ പറയാ നിരർത്ഥകത. ഇപ്പം നമുക്ക് വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്തുകൾ പല തത്വങ്ങളെ പറ്റിയും കൂടുതൽ ഗഹനമായിട്ട് ചിന്തിക്കാൻ കുറച്ചുകൂടെ ഒരു ആഴത്തിലുള്ള അവബോധം ഉണ്ടാകാം. പക്ഷെ ഒരു ട്രാൻസ്ജെൻഡറിനെ സംബന്ധിച്ച് ആളുടെ ജീവിതം മാത്രം മതി ആളുടെ ഏറ്റവും വലിയൊരു പാഠപുസ്തകമാണ്. കാരണം ശരീരം ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്ക്
സാറിന് ഞാനത് ആ ബോധ്യം വരുത്തി തോന്നി, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ജെൻഡറും സെക്ഷുവാലിറ്റിയും ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വനിതാ ദിനത്തിൽ വനിതകൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളെ പറ്റി ആണ് എല്ലായിടത്തും ഡിസ്കഷൻസ്. ഇപ്പം ഞാൻ രാവിലെ മറ്റൊരു ഇതേപോലെ ഒരു ഫംഗ്ഷൻ ഒരു കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പം അവിടെയും ഇങ്ങനത്തെ ഒരു ടോക്ക് നടത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലായിടത്തും സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ മാക്സിമം എന്താ പറയുക ശക്തിപ്പെടുത്തുക, എംപവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ഡേ കമ്മമറേറ്റ് ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെ പ്രീവിയസ് ലൈഫിൽ, അതായത് എൻ്റെ ട്രാൻസിഷന് മുമ്പുള്ള അവസ്ഥയിൽ ജീവിതത്തിൽ എനിക്ക് രാത്രി ഏത് പാതിരാത്രിക്കും എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ മനസ്സുകൊണ്ട് യാതൊരു ഭയവും തോന്നിയിരുന്നില്ല എവിടെ പോവാണ്. പക്ഷെ ട്രാൻസിഷന് ശേഷം ഞാൻ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ഞാനൊരു സ്ത്രീ ആയതിനു ശേഷം എനിക്ക് രാത്രി ഒരു സമയം കഴിഞ്ഞാൽ വീട്ടിൽ വെളിയിലേക്ക് ഇറങ്ങാൻ ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് തോന്നാറുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. അത് തോന്നുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന പോലെ നമ്മൾക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള എന്താ പറയുക വ്യത്യാസങ്ങളുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. അപ്പൊ നേരത്തെ സെൽഫ് ഡിഫെൻസിനെ പറ്റി നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അതൊക്കെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഏത് തരത്തിൽ ആർക്കെല്ലാം ഏതൊക്കെ രീതിയിൽ മറ്റു ചിന്തകൾ പോകുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഇഷ്ടത്തിന് ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യം ഇപ്പം രാത്രി ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോകുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് രാത്രി ട്രാവൽ ചെയ്യേണ്ടിയിട്ടില്ല. ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഫിയർ ഒന്നും ഇല്ലാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എംപവേർഡ് ആയിരിക്കണം. ഈ പല കാര്യങ്ങളിലും നമുക്ക് നമ്മളെ സ്വയം എംപവർ ചെയ്യാൻ പറ്റിയിരിക്കണം. അപ്പോൾ അതിന് ഉള്ള ഇനിഷ്യേറ്റീവ്സ് എല്ലാം വളരെ സ്വാഗതാർഹമാണ്. ഞാൻ അധികം സംസാരിപ്പിച്ച് വൈകിക്കുന്നില്ല, ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആയി തോന്നും. അപ്പം ജെൻഡറിനെ പറ്റിയും സെക്ഷുവാലിറ്റിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു 15 മിനിറ്റ് ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു സ്ത്രൈണനായിട്ടുള്ള ഒരു പുരുഷനെ കണ്ടാലോ കുറച്ച് പൗരുഷമുള്ള ഒരു സ്ത്രീയെ കണ്ടാലോ ഒരിക്കലും പരിഹസിക്കാതിരിക്കുക. കാരണം അവർ അന്യഗ്രഹ ജീവികളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരോ അവർ മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റാത്തവരോ ഒന്നുമല്ല. അവരും നിങ്ങളെപ്പോലെ മനുഷ്യർ തന്നെയാണ്. അവർക്ക് പ്രകൃതി നൽകിയിട്ടുള്ള കുറച്ച് ഡൈവേഴ്സിറ്റീസ് ആണ്, കുറച്ച് പ്രത്യേകതകളാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. നിങ്ങളിപ്പം എന്ത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആണ്. ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പം ആ പ്രത്യേകതകളെ പരസ്പരം ബഹുമാനിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദി. മനസ്സിലാക്കി. അടുത്തതായി നമ്മുടെ CMA രാമസുബ്രഹ്മണ്യം സാറിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അധ്യക്ഷ കൗൺസിലർ പൂർണിമ സുരേഷ് മാഡം, നമ്മുടെ വിശിഷ്ട അതിഥി ഉദ്ഘാടക ഡോക്ടർ ലക്ഷ്മി മാഡം, നമ്മുടെ ആയോഗ ഡയറക്ടർ പ്രമോദ് സാർ, ഓപ്പറേഷൻസ് രേഖ മാഡം, എല്ലാവർക്കും മറ്റ് വിശിഷ്ട അതിഥികളെ, കുട്ടികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സത്യത്തിൽ ഒരു ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയിരിക്കുന്ന ഒരാളാണ് ഞാൻ മേഡത്തിൻ്റെ സ്പീച്ചിൽ. ഞാനെന്ത് മോട്ടിവേഷൻ തരുന്നുള്ള കൺഫ്യൂഷനിലാണ് സത്യത്തിൽ ഞാൻ നിൽക്കുന്നത്. എന്നിരുന്നാലും എനിക്കൊരു ടോപ്പിക് തന്നിട്ടുള്ളത് കൊണ്ട് കുറച്ച് സംസാരിക്കാനായിട്ട് സാധിക്കും. എൻ്റെ ടോപ്പിക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമാണ്. പെൺകുട്ടികള്, സ്ത്രീകള്. അതിനു മുമ്പ് സമയത്തിന്റെ കുറവ് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ദീർഘനേരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ, ഈ പോസ്റ്റർ കണ്ടപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ചോദിച്ചു,
പെണ്ണെടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം, നീ എന്തിനാണ് അവിടെ പോകുന്നത് ചോദിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ആ ചോദ്യം എന്നോട് തന്നെ കുറച്ച് ചോദിച്ചു. പക്ഷെ ഞാൻ അതിലൊരു ഉത്തരം കണ്ടെത്തി. ഇന്ന് മാഡം സംസാരിച്ചുകൂടി കഴിഞ്ഞപ്പോ ആ കൊച്ചുപിടിക്ക് കരാട്ടയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അതിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടി. ഞാൻ ഇന്നിവിടെ എന്തുകൊണ്ടും ഇത് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. കാരണം എനിക്ക് 3 ചേച്ചിമാരുണ്ട്, എനിക്ക് അപ്പയുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഈ ശാക്തീകരണത്തില് അല്ലെങ്കിൽ ഇന്നത്തെ വുമൻസ് ഡേയില് സംസാരിക്കാനായിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറ്റും എന്നെനിക്ക് തോന്നി. സത്യത്തില് ആ കരാട്ടയുടെ ഡിഫൻസ് ഒക്കെ കണ്ടപ്പോ ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ എന്റെ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി. എന്താണ് സംഭവിച്ചാല്, ഞാൻ സാധാരണ എന്റെ ചേച്ചിമാരെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു. എന്റെ ചേച്ചീനെ അടിച്ചിട്ട് കപ്പലൊക്കെ തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോ ഞാൻ ആ കുറച്ച് കാലഘട്ടത്തിൽ വിചാരിച്ചു എനിക്ക് ഭയങ്കര ശക്തി ഉള്ളത് കൊണ്ടാണ് ഇവരെന്നെ തിരിച്ചടിക്കാത്തതെന്നും ഇവർക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇവരത് ചെയ്യാത്തതെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കോളേജിലെത്തി. കോളേജിൽ ഇതേപോലെ ക്ലാസ്സിൽ കുട്ടികളെടുത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് വെള്ളം ചോദിച്ച് തന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് അസഭ്യവർഷം ചെയ്തു. ഒരു ധൈര്യത്തില് സ്ത്രീകൾ പുറമൊന്നും ചെയ്യില്ല. ഒന്ന് തിരിഞ്ഞപ്പോഴാണ് പറഞ്ഞിട്ട് അടിപൊളി മുതുകത്താണ് കിട്ടിയത്. നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു ചോദിച്ചു, ഭാഗ്യം നീ എന്റെ തലയിൽ അടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവൾ അടിക്കാത്തതെന്ന് പറഞ്ഞു. പക്ഷെ ആ അടിയുടെ വേദന ഭയങ്കര വേദന. അപ്പൊ ഞാൻ തിരിച്ചു വന്ന് സത്യം പറഞ്ഞ അന്ന് ആലോചിച്ചു, എന്റെ ചേച്ചിമാരെ തിരിച്ചടിക്കാൻ പറ്റാനല്ല, ഇത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം. അപ്പൊ സ്ത്രീകൾക്ക് ശക്തിയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് എല്ലാ പല ഫ്രണ്ട്സ് പറയുമ്പോൾ ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയും. എല്ലാവരോടും ഞാനിപ്പോ പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞിട്ടില്ല, എന്നങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എത്ര വലിയ അനുഭവ സമ്പത്ത് ഒന്നുമില്ല, അതിനുള്ള പ്രായമായിട്ടില്ല. എന്നിരുന്നാലും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാം സ്ത്രീകളാണ്. ഏറ്റവും പവർഫുൾ. ഞാൻ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. ഏറ്റവും വളരെ കുറച്ച് ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുള്ളൂ. അതിലും പിടുത്തം തരാതെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാല് ഞാൻ പറയാം, അസാമാന്യമായ ശക്തി. ക്രിയേറ്റർ എന്നൊക്കെ പറയുന്നത് സ്ത്രീയെ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ വെറുതെ ഒരു വാചക കസർത്തിന് വേണ്ടി പറയുന്നതല്ല. നമ്മളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ്, ഗസ്റ്റും ഇല്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അത്ര പവർഫുള്ളാണ് സ്ത്രീ എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയാ ദൈവത്തിന്റെ സൃഷ്ടി. അപ്പോ ഇവരിൽ വിദ്യാഭ്യാസത്തിന്റെ റിലവൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ഫിസിക്കലായിട്ടുള്ള അവരോടുള്ള അറ്റാക്സ്, വേർതിരിവുകൾ, അതൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സത്യത്തില് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു അമൂല്യമായ ധനം കൊണ്ട് നമ്മൾക്ക് സാധിച്ചെടുക്കാനായിട്ട് കഴിയും. ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞു, മലപ്പുറം ഗ്രൂപ്പിന്റെ തന്നെ CFO മേഡം, സ്ത്രീ ഫൗണ്ടേഷന്റെ രേഖ മേഡം. ഇനി നിങ്ങൾ പല കമ്പനികളും എടുത്തോളൂ, പെപ്സിക്കോലെ ഇന്ദിരാജി മേഡം, അങ്ങനെ എത്ര കമ്പനികൾ നമ്മൾ എടുത്താലും അവിടെ ഇത് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പൊസിഷനിലേക്കൊക്കെ എത്താൻ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ അറ്റാക്കുകളുടെയും പുറകില് ഒരു ഫൈനാൻഷ്യൽ റീസൺ ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് സത്യത്തില് ഇന്ന് പറയാനുള്ളത്, ഏതൊരാൾക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയാം, അത് ഇന്ന് സ്ത്രീകൾക്ക് അത്യന്താപേക്ഷിതമാണ്, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി
വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോ പരമാവധി കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ഇന്ന് നമ്മൾ കാണുന്നതും, ഞാനിപ്പോ 15 വർഷമായിട്ട് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ കാണുന്നതിലും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ തന്നെയാണ് പഠിക്കാനായിട്ട് വരാറ്. അവിടെ നമ്മൾ ആകെ കാണുന്ന ഒരു വിഷമം, പലപ്പോഴും ഇവരൊരു 17-18 വയസ്സാകുമ്പോഴേക്കും ഇവരെ ഡിസ്കണ്ടിന്യൂ ചെയ്യിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ അവരുടെ പാരന്റ്സിനെ കുറിച്ച് സാധിക്കുമെങ്കിൽ സംസാരിക്കാറുണ്ട്. നമ്മള് ചിലവര് സ്ത്രീധനത്തിനെ കുറിച്ചൊക്കെ പറയും. ചില ആൾക്കാര് പഠിക്കാൻ വരുന്നതന്നെ സ്ത്രീധനം കുറയ്ക്കാനാന്ന് പോലും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സ്ത്രീധനം കുറച്ചു കൊടുത്താൽ മതി എന്നൊക്കെ. സത്യത്തില് നമുക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ധനം നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പൈസ എത്ര കൊടുത്താലും അത് മതിവരില്ല. അപ്പൊ അവർക്ക് അത് ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ വിദ്യാഭ്യാസം എന്ന കാര്യം സ്ത്രീകളില് മാക്സിമം ഏത് ലെവലിൽ കൊടുക്കാൻ പറ്റും അത്രയും അവർക്കത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ആ ഒരു ഉദ്യമത്തിലേക്ക് മണപ്പുറം മാ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലൂടെ എനിക്കും അവസരം തോന്നി. അപ്പൊ നമ്മളും കൂടുതലും സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് അവിടെ മോട്ടിവേഷൻസും അവരെയാണ് നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഏത് മേഖലയിൽ എടുത്തോളൂ, ഇന്നിപ്പോ ലോകം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ പേടിച്ചു വരച്ചു നിൽക്കുമ്പോ അവിടെയും എല്ലാ സ്ഥലത്തും സ്ത്രീ എന്ന് പറയുന്ന ശക്തി ഇല്ലാതെ നമ്മൾക്ക് ഇതിനൊന്നും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാൻ മിനിഞ്ഞാന്ന് ടിവിയില് ഉക്രൈനിലത്തെ ആക്രമണം കാണുമ്പോ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഈ വിഷ്വൽ കണ്ടിട്ടുണ്ടായിരിക്കാം. റഷ്യൻ പട്ടാളക്കാരനെ, ആയുധം വെച്ച് നിൽക്കുന്ന റഷ്യൻ പട്ടാളക്കാരനെ ഒരു പെൺകുട്ടി വാക്കുകൾ കൊണ്ട് പേടിപ്പിച്ച് ആളെ ബാക്കിലേക്ക് നടത്തിപ്പിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. അയാളുടെ കയ്യിലൊന്നും മെഷീൻ ഗണ്ണാണ്, ഇവരുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ അവരുടെ വാക്കുകളിലെ ശക്തി അപ്പൊ എനിക്ക് മനസ്സിലായില്ലെങ്കിലും വാക്കുകളിലെ ശക്തി, കാരണം മറ്റേ പുറകോട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ലേഡി പറയുന്നത് കേട്ടിട്ട് ഭയങ്കര തന്നെയാണ് അവൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലം ഏറ്റവും കൂടുതൽ നമ്മൾ ഉറപ്പുവരുത്തുന്നത് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തിനെയാണ്. അപ്പോ അത് മാക്സിമം അവർക്ക് നൽകാനായിട്ട് നമ്മളിൽ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു വുമൻസ് ഡേയില് പ്രത്യേകിച്ച് പറയാനായിട്ട് ഉള്ളത്. പിന്നെ ഇപ്പോ ഈ പറഞ്ഞ പോലെ സമയത്തിന്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ചാൽ ചിലപ്പോ അത് എന്താ പറയാ നമ്മുടെ പർപ്പസിൽ തന്നെ ഇതായിപ്പോ. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ എന്നോട് സംസാരിക്കണം, ഞാൻ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അല്ല എന്ന് മാത്രമല്ല, ഒരു ഷോക്ക് അടിച്ചതുപോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. മാഡത്തിന്റെ സംസാരത്തിൽ പല കാര്യങ്ങളും വളരെ ഇമോഷണൽ ആയിരുന്നു. അത് എന്റെയും ഞാനിന്ന് സംസാരിക്കണമെന്ന് ചിന്തിച്ച പല കാര്യങ്ങളെയും അത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പെൺകുട്ടികളോടും അമ്മമാരോടും അച്ഛന്മാരോടും ഗുരുക്കന്മാരോടും എല്ലാം പറയുന്നത്, നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് മാക്സിമം വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും കരാട്ട പോലത്തെ സെൽഫ് ഡിഫൻസുകൾ നമുക്ക് വേണം. അതിലുപരി ഈ പറയുന്ന വിദ്യാഭ്യാസം കൂടി നമ്മൾ എന്ത് ചെയ്യണം, എൻഷോർ ചെയ്യണം എന്നാണ് എനിക്ക് ഇന്നത്തെ വുമൻസ് ഡേയില് എല്ലാവരോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ളത്. ഇന്ന് വിവിധ പരിപാടികളിലൂടെ അരങ്ങേറി അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ മെസ്സേജിന്റെ റിലവൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ എല്ലാവർക്കും ഇവിടെ എന്നെ വിളിച്ച എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അംഗങ്ങളോടും പ്രമോദ് സാറിനോടും ഒക്കെ എനിക്ക് ഒരുപാട്
നന്ദിയുണ്ട്. സത്യത്തില് മാഡവുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം കുട്ടികളുമായിട്ട് ഞാൻ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലായി. അപ്പൊ സത്യത്തില് എന്റെ റിലേ ബ്രേക്ക് ചെയ്തു അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം നേരം സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ വുമൻസ് ഡേ ഞാൻ ആശംസിക്കുന്നു. അടുത്ത വുമൻസ് ഡേയില് എന്താ പറയാ, മണപ്പുറം ഗ്രൂപ്പിനും നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം എന്ന ആഗ്രഹത്തോടും അപേക്ഷയോടും കൂടി ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആദ്യം നമ്മുടെ ഡോക്ടർ VS പ്രിയ മാഡത്തിനെ ക്ഷണിക്കുന്നു. താങ്ക് യു മാം. അടുത്തായിട്ട് നമ്മുടെ ഡയറക്ടർ, മാൻ ക്യാമ്പസിന്റെ ഡയറക്ടർ CMA രാമസുബ്രഹ്മണ്യൻ സാറിനെ ക്ഷണിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഇവിടെ മനോഹരമായ നൃത്താവിഷ്കാരം കാഴ്ചവെച്ച ആതിര ആൻഡ് ടീമിനെ ക്ഷണിക്കുന്നു. ആതിര നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിന്റെ ടീച്ചറാണ്. ഹലോ, ഹായ്, എല്ലാവർക്കും വുമൻസ് ഡേ വിഷസ് നേരുന്നു. സുംബ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇവിടെ സുംബ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ആരും ഇതുവരെ കണ്ടിട്ടേ ഇല്ല. സുംബ കണ്ടിട്ടേ ഇല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. എനിക്ക് നിങ്ങളെല്ലാം എണീറ്റ് എന്റെ കൂടെ ഡാൻസ് കളിക്കണം. ഇങ്ങനെ ഇരുന്ന് കാണൽ നടക്കില്ല. എണീറ്റ് ഇവിടെ പെർഫോം ചെയ്യണം. നിങ്ങൾക്ക് ഡാൻസ് അറിയോ ഇല്ലയോ അതൊന്നും ഇവിടെ വിഷയമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഡാൻസ് ചെയ്യാം. സോങ് വെച്ചിട്ട് സുംബ എന്ന് പറയുന്ന എക്സസൈസ് ആണ്, ഡാൻസ് ഫോം ആണ്. ഓക്കെ, എല്ലാവരും ഒന്ന് എണീറ്റ് ഒരു 1 സ്റ്റെപ്പ് ഫോർവേഡ് നോക്കുക, മുമ്പിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ചായം പരിപാടി കഴിഞ്ഞു എനിക്കോ ഒരു പടി വിചാരിക്കുന്നു. കമാണ് എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഹാപ്പി വെഡ്നസ് ഡേ. തൃശ്ശൂർ യോഗ സെന്ററിന്റെ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമിന് ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് തൃശ്ശൂർ മാർക്കറ്റ്. ഈ ഹെൽത്ത് കാർഡ് കൊണ്ടുവരുന്ന എല്ലാവർക്കും ഡിസ്കൗണ്ട് 25% ഡിസ്കൗണ്ട് ഫോർ ടെസ്റ്റ് കൊടുക്കണം. സോ എല്ലാവരും ഇതൊരു ഈ ആവശ്യമില്ലെന്ന് വ്യക്തിയാണ്. തൃശ്ശൂർ അശ്വിനി ജംഗ്ഷനാണ്. അശ്വിനി ജംഗ്ഷനിൽ നിന്ന് വിയൂർ പോകുന്ന വഴി അതിന് സെക്കൻഡ് ബിൽഡിംഗ് ആണ് തൃശ്ശൂർ മാർക്കറ്റ്. തൃശ്ശൂർ മാർക്കറ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഉണ്ട്, പിന്നെ ഒരു ഓപ്റ്റിക്കൽസ്, ക്ലിനിക്സ്, മോർ ദാൻ 20 ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിനിക്സിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവർക്കും ഈ അവസരം വിനിയോഗിക്കേണ്ടതാണ്. ഹെൽത്ത് കാർഡിൻ്റെ ഡോക്ടർ പ്രിയ മാഡത്തിന് ക്ഷണിക്കുകയാണ്. ഹെൽത്ത് കാർഡ് മാഡത്തിന് ഫസ്റ്റ് നമ്മുടെ ഈ ഹെൽത്ത് കാർഡ് നമുക്കാണ്. ഓക്കെ, അടുത്തതായി നമ്മുടെ പ്രോഗ്രാം നടത്തിയിട്ടുള്ള കുറച്ച് പേർക്ക് കൂടി പ്രൈസ് കൊടുക്കാനുണ്ട്. അതിനായിട്ട് പ്രൈസ് കൊടുക്കുവാനായിട്ട് നമ്മുടെ മണപ്പുറം ഫൗണ്ടേഷൻ ഓർഗനൈസേഷൻ ഹെഡായിട്ടുള്ള രേഖ മാഡത്തിനെയും പ്രൈസ് സ്വീകരിക്കുന്നതിനായിട്ട് ആദ്യം
ഹർഷയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ഡാൻസ് പഠിപ്പിക്കുന്ന സാറ് നമ്മുടെ MPS സ്കൂളിലേക്ക് മാഷായിരുന്നു ജാക്സൺ ബാബു. അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നെക്സ്റ്റ് ഇത്ര നേരം നമ്മളെ കിടില അല്ലേ ഫുൾ അടിച്ചു പൊളിച്ച് ഇന്നത്തെ പ്രോഗ്രാം തകർത്ത സുംബ ടീച്ചർ എവിടെ വേണം ശ്രീലക്ഷ്മി മാഡത്തിന് വളരെ സ്നേഹപൂർവ്വം ട്രോഫി സ്വീകരിക്കുവാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കരാട്ടെ പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പൂജ വളരെ സ്നേഹപൂർവ്വം നമുക്ക് യോഗാസനങ്ങളുടെ സ്നേഹാദരം സ്നേഹം നമ്മുടെ പ്രിയ ചങ്ങുകളെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. എല്ലാവരും മലപ്പുറം യോഗ ടീമിലെ തുടങ്ങിയ ശരി എല്ലാവരെയും ഒരു ഓഫീസിൽ വിളിക്കാൻ ക്ഷണിക്കുകയാണ്. ഫ്ലാഷിനോട് ഡാൻസും എല്ലാം തകർത്തു. എല്ലാവരും വരാനായിരുന്നു, എല്ലാവരും തല്ലുകൂടാതെ പങ്കിട്ടിരുന്ന ഓക്കെ എല്ലാവരും ഓക്കെ താങ്ക് യു. പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളാണ്. താങ്ക് യു. ഇവിടെ നെക്സ്റ്റ് ഔദ്യോഗികമായിട്ടുള്ള നന്ദി പറയലുണ്ട്. അതിനായിട്ട് സുഭാഷിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും ദയവായി നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാമിന് വർക്ക് ചെയ്ത മയോദ ടീം പ്രത്യേകം നന്ദി പറയുന്നു. അതിനുശേഷം നമുക്ക് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പ്രിയ, അതിനോട് പ്രത്യേകിച്ച് ദയവായി നന്ദി പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇനിയും നമ്മുടെ ക്ഷണിച്ചു വന്നിരുന്ന നമ്മുടെ അധ്യക്ഷയായിരുന്ന ഡോക്ടർ പൂർണിമ സുരേഷ്, ഇതിനോട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മലപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധിയായി കൂടി പങ്കെടുത്തിരുന്ന രേഖ മാഡത്തിനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു മോട്ടിവേഷൻ സ്പീച്ച് നടത്താൻ വേണ്ടി നമുക്ക് വേണ്ടി വന്ന് വേറെ പല പ്രോഗ്രാം ഉണ്ടായിട്ട് പോലും അതെല്ലാം മാറ്റിവെച്ച് നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറായ രാമസുബ്രഹ്മണ്യൻ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ ടീമിന് വേണ്ടി ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്ന ജാക്സൺ ബാബുനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പെർഫോമൻസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഇളക്കി വരച്ച് ഒരു കിടിലൻ പെർഫോമൻസ് ചെയ്യുകയും ചെയ്ത ശ്രീലക്ഷ്മി ടീം, താങ്ക് യു. അതുപോലെ ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രോഗ്രാം ടീച്ചറായ അതിന് ടീമിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ യോഗ സ്റ്റുഡൻ്റായി വന്ന് എന്നാൽ ഞങ്ങളുടെ കൂടെ എല്ലാവിധ പെർഫോമൻസും എന്തൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടു അതിനെല്ലാം കൂടെ നിന്ന് സഹായിച്ച ഹർഷയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ എല്ലാവിധ സഹകരണ എല്ലാവരെയും ഇനി ആരും വിട്ടുപോകുന്ന ക്ഷമിക്കുക.
സോറി മാർക്ക് പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഒരു 25% ഡിസ്കൗണ്ട് എല്ലാവിധ ഒരു എന്താ പറയാ ലാബ് ടെസ്റ്റുകൾക്കും അതിന് ഡിസ്കൗണ്ട് കൊടുക്കാൻ ആ പ്രോഗ്രാം നമുക്ക് വേണ്ടി ആരംഭിച്ച മാർക്ക് ടീമിനും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും എന്നാണ് ആരെങ്കിലും വിട്ടുപോയെന്ന് അറിയില്ല. എല്ലാവർക്കും കൂടി പ്രത്യേകം ആയോധ ടീമിന്റെ വകയായി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. യോഗ പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.